ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക ഗജദിനം. ആനകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ. ചാലിയാറിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. കോഴിക്കോട് വിലങ്ങാടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. തിരുവനന്തപുരത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ യോഗം കോഴിക്കോട് ചേരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും. ഇന്ന് വയനാടടക്കം 8 ജില്ലയിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക ഗജദിനം. ആനകളുടെ സംരക്ഷണത്തിനായി 2011 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ഗജദിനമായി ആചരിച്ചുവരുന്നു. ആനകളെ സംരക്ഷിക്കാനുള്ള സമൂഹത്തിന്റെ വിപുലമായ ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആനകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഗജദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആന സങ്കേതങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ ഇന്ന് സന്ദർശനം സൌജന്യമാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുവേണ്ടി തിരച്ചിൽ ഇന്നും തുടരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിരച്ചിൽ നടത്തുന്നു. വിശദാംശങ്ങളുമായി വയനാട് നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിന്റെ ഭാഗങ്ങളിലാണ്. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനംവകുപ്പ് എന്നിവരടങ്ങുന്ന 60 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ വൈദഗ്ധ്യം ആവശ്യമായതിനാൽ ചാലിയാർ പുഴയുടെ ഈ ഭാഗത്തെ തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കുന്നില്ല. വനമേഖലയായ പാണങ്കായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. പാണങ്കായം മുതൽ പൂക്കോട്ട് മന വരെയും പൂക്കോട്ട് മനം മുതൽ ചാലിയാർ മുക്കം വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇരുട്ടുകുത്തി മുതൽ കമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ചാലിയാറിൽ ഇരുട്ടുകുത്തി മേഖലയിൽ ഒരു മൃതദേഹം അല്പസമയം മുൻപ് കണ്ടെത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്നും അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ADGP MR അജിത് കുമാർ. പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം എല്ലാ സ്ഥലങ്ങളിലും നിലവിൽ തിരച്ചിൽ നടത്തിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. 599 കുടുംബങ്ങളിൽ നിന്നായി 439 കുട്ടികൾ ഉൾപ്പെടെ 1770 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ ഇതുവരെ 230 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 178 പേരെ തിരിച്ചറിഞ്ഞു. 51 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന ഉടൻ പൂർത്തിയാകും. ഇന്നലെ മേഖലയിൽ നടത്തിയ ജനകീയ തിരച്ചിലിൽ 2000-ഓളം പേർ പങ്കെടുത്തു. പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ്. ഉരുൾപൊട്ടി ഒരാൾ മരണപ്പെടുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ദുരന്ത മേഖലയിൽ അല്പസമയത്തിനകം 4 അംഗ വിദഗ്ധ സംഘം പരിശോധന നടത്തും. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്നതാണ് സംഘം. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങളെക്കുറിച്ച് അറിഞ്ഞ ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുക. തിരുവനന്തപുരത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10ആയി. നാവായിക്കുളം സ്വദേശിനിക്കാണ് ഇന്നലെ രോഗം ബാധിച്ചത്. അടുത്തിടെ ഇവർ തോട്ടിൽ കുളിച്ചിരുന്നു. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളിൽ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ്. ഇതൊരു പകർച്ചവ്യാധിയല്ല. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയും മുഖം കഴുകുകയും ചെയ്യരുത്. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. 14 വോട്ട് നേടിയ CPMന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ നിലവിൽ ആശങ്കയില്ലെന്നും അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു.
മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സാഹചര്യത്തിൽ വിശദ ചർച്ചയ്ക്കായി സംസ്ഥാന വഖഫ് ബോർഡിന്റെ യോഗം കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ തുടങ്ങി. വഖഫ് ബോർഡ് ചെയർപേഴ്സൺ എം കെ സക്കീർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത തുടരുന്നു. നാളെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 15 വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മരിയനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. വെട്ടുതുറ സ്വദേശി അത്തനാസാണ് മരിച്ചത്. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. കോഴിക്കോട് കോടഞ്ചേരി ഇരുതുള്ളിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഝാർഖണ്ഡ് സ്വദേശിയായ സുലൻ കിഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇടുക്കിയിലും ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഒരുങ്ങുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വ്യവസായ വികസനത്തിന് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി രാജ്യത്ത് ഇതാദ്യമായാണ്. ജില്ലയിൽ 8 കോളേജുകൾ പദ്ധതിയുമായി സഹകരിക്കാൻ താൽപര്യമറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമിയുടെ ദൗർലഭ്യം പരിഹരിക്കുക, വിദ്യാർത്ഥികളിൽ സംരംഭകത്വ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ പ്രധാന ലക്ഷ്യം. 5 ഏക്കറെങ്കിലും അധിക ഭൂമിയുള്ള സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമാകാനാകുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC വാങ്ങിയ ശേഷം വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് സ്ഥലം യോജിച്ചതാണെങ്കിൽ അംഗീകരിക്കും. സ്ഥാപനം തന്നെയാണ് സ്ഥലം വികസിപ്പിക്കേണ്ടത്. മറ്റ് കമ്പനികൾക്ക് നൽകുകയോ കോളേജുകൾക്ക് സ്വന്തമായോ വ്യവസായം ആരംഭിക്കാം. വിദ്യാർത്ഥികളുടെ ഗവേഷണങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സംരംഭങ്ങളും തുടങ്ങാം. വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും പഠനത്തിനൊപ്പം താൽക്കാലിക ജോലി ഉറപ്പാക്കാനാകും. രാജ്യത്തെ ഓഹരി വിപണിയിൽ നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിലും വൈകാതെ നേട്ടത്തിലായി. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 144 പോയിന്റ് ഉയർന്ന് 79,829-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 25 പോയിന്റ് നേട്ടത്തിൽ 24,394-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 51,760 രൂപയായി. ഗ്രാമിന് 25 രൂപ കൂടി 6,470 രൂപയാണ് ഇന്നത്തെ വില. ലോകത്തെ ആവേശത്തിലാഴ്ത്തിയ കായിക മഹാമേളയായ ഒളിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി. സമാപന ചടങ്ങിനൊടുവിൽ 2028 ഒളിമ്പിക്സിന് വേദിയാവുന്ന ലോസ് ആഞ്ചൽസ് പ്രതിനിധികൾക്ക് ഒളിമ്പിക് പതാക കൈമാറി. 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തി. ചൈനയെ അട്ടിമറിച്ച് അമേരിക്ക മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തി. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമല ക്ഷേത്രത്തിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തരി പൂജ നടന്നു. മഴയെ അവഗണിച്ച് ഇന്നലെ മുതൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാത്രി 10-ന് ശബരിമല നട അടയ്ക്കും. ചിങ്ങമാസ പൂജയ്ക്കായി 16-ന് വീണ്ടും നട തുറക്കും. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും നിറപുത്തരി ചടങ്ങുകൾ നടന്നു. ആലപ്പുഴ ഹരിപ്പാട് സബ് ട്രഷറിയിൽ നിറപുത്തരി നെൽക്കതിരുകൾ ചാർത്തി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച നെൽക്കതിരുകളാണ് സബ് ട്രഷറിയിലെ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുവന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വന്ന നിറപുത്തരി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിന്റെ വികസനത്തിൽ അവർ നൽകിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്നതിനാണ് 2000 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിന്റെ 113ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ലോക ഗജദിനം. ആനകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ. ചാലിയാറിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. കോഴിക്കോട് വിലങ്ങാടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. തിരുവനന്തപുരത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ യോഗം കോഴിക്കോട് ചേരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും. ഇന്ന് വയനാടടക്കം 8 ജില്ലയിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.